ഇത് കണ്ടോ, ഇന്ന് ഞാൻ ഇപ്പോൾ പുറത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് വേറൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇന്ന് പൂക്കൾ ഇതുപോലെ ഉണ്ടാവാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ മണിമുല്ല ചെടി. മണിമുല്ലയിലെ പൂവാണ് ഇത്. നിറച്ചും മൊട്ടായിട്ട് കിടക്കുവാണ്. പൂ വിരിയാൻ തുടങ്ങിയതേ ഉള്ളൂ. കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കൊതി തോന്നി, രസം തോന്നി. പൂ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇങ്ങനെ കൊലയായിട്ട് ഇഷ്ടം പോലെ പൂ ഉണ്ടാകുന്ന ഒരു ചെടിയാണേ. ഇത് കണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്, നല്ല ഭംഗിയല്ലേ, നിറച്ചും പൂക്കളാണ്, നല്ല ബൊക്ക പോലെ നമുക്ക് തോന്നിക്കും. നല്ല രസത്തിൽ ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ചെറിയ ചെറിയ വെള്ള കളറിലെ പൂക്കളായിട്ടാണ് ഇത് വരുന്നത്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നെല്ലിക്ക ജ്യൂസാണ്. അപ്പം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നെല്ലിക്ക ജ്യൂസാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാവേ. നെല്ലിക്ക ജ്യൂസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണ് തേങ്ങ ചിരണ്ടിയത്. പിന്നെ ഓപ്ഷണലാണ്, മുളക് വേണ്ടവർക്ക് ഉപയോഗിക്കാം, വേണ്ടാത്തവർക്ക് ഉപയോഗിക്കേണ്ട. പിന്നെ ഇഞ്ചി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും വേണം. എന്നാൽ നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വരാം. അപ്പം ജ്യൂസ് ഒന്ന് അടിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മുടെ ജ്യൂസ് റെഡിയായി കേട്ടോ. തേങ്ങയൊക്കെ ചേർത്ത് അപ്പം ഈ നിറമാണ് ജ്യൂസിന് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് കുടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാലോ. ഞാൻ തന്നെ കുടിച്ചിട്ട് ഞാൻ തന്നെ നല്ലതാണെന്ന് പറയുന്നില്ല. നിങ്ങൾ കുടിച്ചിട്ട് നിങ്ങൾ തന്നെ ഇതിനൊരു അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക. എനിക്ക് കുടിച്ചിട്ട് എനിക്കിഷ്ടമായി. അത്യാവശ്യം എരിവും അതുപോലെ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ് എനിക്കിഷ്ടമായി. എന്തായാലും നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ.